നായ പുറത്തേക്ക് ഇറങ്ങി കണ്ണൂർ ഭാഗത്തേക്ക്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം ഉള്ള കണ്ണൂർ ഭാഗത്തേക്കാണ് പോലീസ് നായ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കണ്ണൂർ ഭാഗത്തേക്ക് നായ മണം പിടിച്ചു പോകുമ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് കുറ്റവാളി രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. സ്വാഭാവികമായും അതിനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. കാരണം കാസർഗോഡ് ഭാഗത്തേക്ക് പോകില്ല. കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ സെൻട്രൽ ജയിലിന്റെ മുൻവശത്ത് കൂടി വേണം പോകാൻ. ഇപ്പോൾ പോലീസ് നായ മണം പിടിച്ചുകൊണ്ട് അകത്ത് പരിശോധനകൾ പൂർത്തിയാക്കി. ഇപ്പോൾ വലിയ മതിൽ, പുറം മതിൽ ചാടിക്കടന്ന് പോലീസ് നായ പോകുന്നത് ഇടത്തോട്ടാണ്. അതായത് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഇടത്തോട്ട് കണ്ണൂർ ഭാഗത്തേക്ക്. സ്ക്രീനിൽ കാണുന്നത് ഗോവിന്ദചാമിയുടെ ചിത്രമാണ്. എന്ത് വിവരവും ഏത് സൂചനയും എവിടെ നിന്ന് ലഭിച്ചാലും കറുത്ത പാന്റും കറുത്ത ഷർട്ടും, നല്ല ശക്തിയുണ്ട്. ഒരു കൈയുടെ ചെറിയൊരു ഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലും നേരത്തെ ഒരു പോലീസുകാരൻ സൂചിപ്പിച്ചതുപോലെ ഫുൾ സ്ലീവ് ഷർട്ടാണെങ്കിൽ അത് തിരിച്ചറിയണമെന്നില്ല. തീവണ്ടികളാണ്, ട്രെയിനുകളാണ് അയാളുടെ ഇഷ്ട യാത്രാമാർഗം. കൊടും കുറ്റവാളിയാണ്. ഏത് സമയത്തും ഏത്